ഒക്കെ നമ്മൾ എന്താ പറയുക വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഓ എന്തിനാ അത് പറ്റും ഒന്നിനും കൊള്ളൂല. പക്ഷേ ഇത് കഴിക്കാനായിട്ടും ഇതിൻ്റെ കുട്ടികൾ വരുമ്പോൾ പറിച്ച് ഇതിൻ്റെ മരത്തുമ്പോൾ ഒറ്റ കായ് പോലും ഇല്ല, എല്ലാം കുട്ടികൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള എൻ്റെ അയൽവാസി കുട്ടികളും എല്ലാവരും പറിച്ചെടുക്കുന്ന ഒരു സാധനമാണത്. ഇതൊക്കെ നമ്മൾ തൈകളാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടത്തിൽ എല്ലാവർക്കും തൈകൾ കൂട്ടത്തിൽ ഒരു തൈ നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കാം. ഒരു 1.5 കിലോയുള്ള മാങ്ങക്ക് 100 ഗ്രാമാണ് ഇതിൻ്റെ സീഡ് വരുന്നത്. കണ്ട അത്രയും ബ്ലേഡ് പോലെ പണ്ട് പറയലുള്ള ബ്ലേഡ് പോലെ അല്ലെങ്കിലും ബ്ലേഡ് പോലെ എന്നാണ് നമ്മൾ പറയാ. ഇത്രയും ഇതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. ഇതിന്റെ തൈകളൊക്കെ നമ്മുടെ കയ്യില് തൈകൾ ഇപ്പോൾ വലിയ തൈകളാണ് ഉള്ളത്. പക്ഷെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മാസം കൊണ്ട് നമ്മൾ 250 രൂപയ്ക്ക് ഇതിൻ്റെ തൈകൾ കൊടുക്കും. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ റഷീദ്, മലപ്പുറം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്, 3 കിലോമീറ്റർ. ഞാൻ എൻ്റെ ഫാമിലെ കുറച്ച് പുതിയ അതിഥികളെ വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുകയാണ്. എന്തായാലും ഒരുപാട് വെറൈറ്റീസ് പരിചയപ്പെടുത്താണ്ട്, ഒരു വീഡിയോ 2 വീഡിയോ പരിചയപ്പെടുത്താനുള്ള വെറൈറ്റീസ് അല്ല എൻ്റെ കയ്യിലുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. സീതപ്പഴം റെഡ് സീതപ്പഴമാണല്ലോ വരുന്നത്. അതെ. ഇത് എങ്ങനെ തൈകൾക്കൊക്കെ റേറ്റ്? 150 രൂപ. 150 രൂപ. ഇതിൽ തന്നെ പൂവിട്ടതൊക്കെ ഉണ്ടാവും കേട്ടോ, പൂവോട് കൂടി തന്നെ. ഇതിലതിൽ ഇത് ഗോൾഡൻ സീതയാണ്, 300 രൂപ വരുന്നത്. ഇതാ ഇതൊക്കെ ഉണ്ടോ, പൂവാണ് ഇതൊക്കെ. പിന്നെ ഇതാ ഇതിലൊക്കെ പൂവുണ്ട്. ഇത് റെഡാണ്. സീതപ്പഴത്തിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ടല്ലോ. സീതപ്പഴം ഇഷ്ടം പോലെ ഉണ്ട്. ഇതിവിടെ ഈ ഒരു ഭാഗത്ത് ഇതേ ഉള്ളൂ. അപ്പുറത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ മൊത്തം വീഡിയോ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കാണിക്കാണ്ടാവും. ഇതൊക്കെ നമ്മൾ ബ്രൂണേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നാടന്മാവിൽ ഏകദേശം ഒരു 10-20 വെറൈറ്റി ഉണ്ട്. അതിപ്പോൾ ഒന്നും ഇവിടെ സ്ഥലങ്ങളൊന്നും റെഡിയാക്കി വെക്കണം. ഞങ്ങൾ പുതിയ പ്ലാനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് സ്ഥലമൊക്കെ മാറ്റി റെഡിയായി വെക്കണുള്ളൂ. അപ്പോൾ തൈകളൊക്കെ ഇനി എല്ലാം ഒരേ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഓരോന്നിനായിട്ട് വേറെ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ചെയ്യാം. ഇത് ബ്രൂണേക്കിംഗ് എന്ന് പറഞ്ഞ മാങ്ങയാണ്, അതായത് വലിയ മാങ്ങ ഉണ്ടാവുന്നതാണ്. ഇത് 150 രൂപ കൊടുക്കുക. ഇപ്പോൾ ഓഫറായിട്ട് 125 രൂപ കൊടുക്കാം. കായ്ക്കാറായ തൈകൾ ഇത്രയും വലിയ തൈ 100 രൂപ കൊടുക്കാം. വെറും 100 രൂപയ്ക്ക്. പിന്നെ ഇത് പീനട്ട് ബട്ടർ എന്നൊക്കെ പറയില്ലേ, ഇതെന്താ പറയുക, ഇതിലും കുറേ ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പണ്ടേ ഉള്ളൊരു ഫ്രൂട്ടാണിത്. പക്ഷേ ഇത് കഴിച്ച് ഇവിടെ വന്നിട്ട് തോട്ടത്തിൽ വന്നിട്ട് ഇഷ്ടപ്പെടുന്നത്, ഇതൊക്കെ നമ്മൾ എന്താ പറയുക വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് ഓ എന്തിനാ അത് പറ്റും ഒന്നിനും കൊള്ളൂല. പക്ഷേ ഇത് കഴിക്കാനായിട്ടും ഇതിൻ്റെ കുട്ടികൾ വരുമ്പോൾ പറിച്ച് ഇതിൻ്റെ മരത്തുമ്പോൾ ഒറ്റ കായ് പോലും ഇല്ല, എല്ലാം കുട്ടികൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള എൻ്റെ അയൽവാസി കുട്ടികളും എല്ലാവരും പറിച്ചെടുക്കുന്ന ഒരു സാധനമാണിത്. ഇതൊക്കെ നമ്മൾ തൈകളാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടത്തിൽ എല്ലാവർക്കും തൈകൾ കൂട്ടത്തിൽ ഒരു തൈ നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കാം. ഇതെന്താ വെച്ചാൽ നമ്മൾ ഇതിനൊരു ആളുകളൊരു മോശമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് നല്ല ഹൈ ടീം എന്ന് ഉദ്ദേശിച്ചാൽ അതല്ല, വലിയ ടീമൊക്കെ വന്നിട്ട് വരെ ഇതിൻ്റെ പഴം കഴിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാഡ് കമൻറ്റ് ഇപ്പം ഇതിൻ്റെ ബാക്കിൽ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ വലിയ സംഭവമാക്കിക്കാണ്ട് വിലക്ക് കൊടുക്കാൻ പാടില്ല. അത് ഇവിടുന്ന് വരുന്ന കസ്റ്റമർക്ക് കുറച്ച് സാധനം എടുക്കാത്ത ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തായ്ലാൻഡിൻ്റെ ഒരു ലെമണാണ്. തായ്ലാൻഡിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ പോയിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ലെമണാണിത്. ഇത് ശരിക്കും മൂത്തിങ്ങനെ ഈ ഒരു പച്ചതിൽ തന്നെയാണ് പറിച്ചെടുക്കൽ. പക്ഷേ എന്തായാലും ഭയങ്കര നീരുമാണ്. ലെമണിൽ ശരിക്കും എൻ്റെ കാഴ്ചയിൽ ഈ ലെമൺ വെക്കണം മണ്ണിൽ, നിറയെ കായ്ക്കും. ചെറുനാരങ്ങൻ്റെ എല്ലാം ചെറുനാരങ്ങ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അത് തായ്ലാൻഡേർ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ ഇതാണ്. നമ്മൾ സാധാ ചെറുനാരങ്ങ ടേസ്റ്റിലോ കാര്യങ്ങളിലോ ഒന്നിലും മാറ്റമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കായ്പിടുത്തുള്ള ഇരാനാണ്. ഇതിപ്പോൾ ഞാൻ പോട്ടിൽ വെച്ചാണ്. ഇതിപ്പോൾ അടുത്ത് എനിക്ക് വന്നിട്ടുള്ളൂ. ഇത് ആന്ധ്രയിൽ നിന്ന് വന്നതാണ്, തായ്ലാൻഡ് വെറൈറ്റിയാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഒരുപാട് തൈകൾ എത്തിയിട്ടുണ്ട്, വലിയ തൈകളാണ് വന്നതൊക്കെ. പക്ഷേ ഇത് കാണാനൊരു ഇതില്ല. അപ്പോൾ നമ്മളൊന്ന് തൈയൊക്കെ നന്നാക്കി എടുത്തിട്ടാണ് കൊടുക്കുക. ഒരുപാട് തൈ 50-100 തൈകൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് പിന്നെ പല ആളുകളും ഇത് കണ്ടു ഞാൻ വീഡിയോയിൽ ഇതെവിടെയും കിട്ടാത്തൊരു സാധനം. ഇത് കിട്ടും, ഇഷ്ടംപോലെ തൈകൾ വാങ്ങാനും കിട്ടാണ്ട് ഈ സാധനം. എന്തായാലും നല്ലൊരു വെറൈറ്റി നാരങ്ങയാണ്. ആ നാരങ്ങൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നാരങ്ങനായിട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് നാരങ്ങ മാത്രം ചെയ്യാണ്ട്. ഇതൊക്കെ നമ്മൾ കുളമ്പ് നമ്മൾ തന്നെ ചെയ്യണതാണ്, വി ഗ്രാഫ്റ്റ് ചെയ്യാണ്. ഇതൊക്കെ എങ്ങനെ തൈകൾക്ക് റേറ്റ് തന്നെ? ഇത് നമ്മൾ പിന്നെ ഒരു 125 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കുളമ്പ്. ഈ ഒരു ഐറ്റുള്ള തൈകളല്ലേ? നല്ല തൈകളാണ്, നല്ല സെറ്റായ തൈകളാണ്. റെയിൻ ഫോറസ്റ്റിൻ്റെ നല്ല തൈകൾ, നല്ല തൈകൾ കേട്ടോ, വലിയ തൈകളാണ്. ഇതൊക്കെ എൻ്റെ മരം ഉണ്ട്, ഒരു ഓൾ സീസണായിട്ട് കായ്ക്കണം. ആ മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന തൈകളാണ്. ഇതുണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല തൈകളാണ് കേട്ടോ. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ നമുക്കൊരു 450 രൂപ കൊടുക്കാം. ഇതിൻ്റെ തൈകൾ 150 രൂപ മുതൽ എൻ്റെ അടുത്തുണ്ട്, 150-200 രൂപ മുതൽ തൈകളുണ്ട്. ഇത് എൻ്റെ വീട്ടിൽ കായ്ച്ച
സ്വീറ്റ് ലൂബി, അതായത് പലരും പല പേരും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലുപ്പം കൂടിയതും ടേസ്റ്റും ഉള്ള ലൂബിയിലെ ഏറ്റവും നല്ല വെറൈറ്റി സാധനമാണിത്. ഇത് നമ്മൾ തന്നെ തൈകൾ ഉണ്ടാക്കുന്നതാണ്, ലെയർ ചെയ്ത് ഉണ്ടാക്കിയ തൈകളാണ്. ഇതേപോലെ തൈകൾ കൊടുക്കാറുണ്ട്. ഇത് റേറ്റ് പറയുമ്പോൾ ഒന്നും തോന്നരുത്, അത്യാവശ്യം നല്ല ഒരുപാട് വെയിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ തൈകളാണ്. ഇതിൽ ഒരുപാടുണ്ട്, അതൊക്കെ അതിൻ്റെ തൈകളാണ്. ഇതാ കാണുന്നത്, ഇത് അവിടെ ഉണ്ട്, ഇങ്ങോട്ടുണ്ട്. അങ്ങനെ അപ്പോൾ തൈകളുണ്ട്. ഇത് 2000 രൂപ വില വരുന്നുണ്ട്. ഇതേപോലെ തന്നെ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് കിട്ടുന്നവരുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലെ വീഡിയോയിൽ നമ്മൾ കാണിക്കാം. ആ തൈ നമ്മൾ 1300 രൂപ ആയോട് കൂടി കൊടുക്കുന്നത് 1300 രൂപക്കാണ്. ഇത് നല്ല റിസൾട്ട് ഉള്ള സാധനം, പക്ക റിസൾട്ട് ഉള്ള സാധനം. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. അവിടുത്തെ മരത്തിൽ നമ്മൾ കാണിക്കല്ലേ, നമ്മളെ മരത്തിലുള്ള നമ്മൾ കണ്ടില്ലേ. മദർ പ്ലാന്റ് നമ്മുടെ റഷീദ് വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പൊ നമ്മള് സ്വീറ്റ് ലൂബിൽ തന്നെ ഒരു 8-10 വെറൈറ്റി ഉണ്ട്. അതിലിപ്പോ നമുക്ക് പക്ക 100% റിസൾട്ട് പറയാൻ പറ്റണം, നല്ല ടേസ്റ്റ് ഉള്ളു. ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ സീഡ് ഉണ്ട്, പക്ഷെ നമ്മൾ കടിക്കണത് അറിയില്ല. അതേപോലെ തൊലി ഒഴിവാക്കണ്ട, ഫുള്ളായിട്ട് അങ്ങനെ വായിലിട്ട് നല്ല പഴുത്ത് കഴിഞ്ഞാൽ വായിലിട്ട് കഴിയും. മലപ്പുറത്ത് ഒരു മരം കൂടി ഉണ്ട്, അതിമുണ്ട് സാധനം കാഴ്ചക്കുന്നത് പഴുത്തത്. ഇതിമൊന്ന് ഫുള്ള് കിളികൾ കൊണ്ടുപോകണം. ഇതിപ്പോൾ നോക്കണേ, ഇതുണ്ടോ, ഇതിപ്പോൾ പൂവാണ് കണ്ടോ. ഇതിപ്പോൾ പൂവുണ്ട്, കായുണ്ട്, അതിൻ്റെ വലിയ കായുണ്ട്, പഴുത്തതുണ്ട്, എല്ലാം ഈ ഒരു മരത്തിൽ തന്നെ ഉണ്ടാവും. അതായത് ഇത് ഏത് സമയത്ത് ഇതിപ്പോൾ കായാണെന്നുള്ളതാണ്. ഇതൊക്കെ ലെയർ അടിച്ച് വെച്ചാണ് തൈകൾ ഉണ്ടാക്കുകയാണ് അപ്രോച്ച്. തൈകൾ ഇപ്പോൾ ഷോർട്ടാണ്, 8-10 തൈയപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് ഇത് തൈയായിട്ട് ഇവിടെ ഇറങ്ങും. ഇഷ്ടംപോലെ ഉണ്ട്. ഇതെന്നല്ല അവിടെ അങ്ങനെ മരത്തുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് ഇറങ്ങും. തൈപ്പാടെ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഉണ്ട്. അല്ല ഇത് എന്തൊക്കെ പക്ക റിസൾട്ട് ആണെന്ന് പറയാം. അങ്ങനെ കായ് പഴുത്തിന് പറിച്ചു, പക്ഷെ ഈ പഴുപ്പ ഞങ്ങൾക്ക് പുളിയേക്കാരം. അപ്പോൾ നിങ്ങൾ ഇതിനോടുള്ള താല്പര്യം പോകും. 1300 രൂപക്ക് നമ്മൾ കൊടുക്കുന്ന ബ്ലാക്ക് ലീഫ് ലോങ്ങൻ കേട്ടോ, വലിയ ലോങ്ങൻ. ഇതിന് തൈകൾ ചെറുത് ഞാൻ പറഞ്ഞ 1000 താഴേക്ക് കൊടുക്കും. ലോങ്കന്റെ മാത്രമായിട്ട് ഒരു ഫുൾ ലെങ്ത് വീഡിയോ, അതായത് 1000 താഴെയുള്ള ലോങ്കൻ തൈകളുടെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇത് നമ്മളെ വെസ്റ്റേൺ ചെറി ഉണ്ട്. വെസ്റ്റേൺ ചെറി പുളിപ്പാണ് വരിക, പക്ഷേ അതിൽ തന്നെ ഒരു ഇത്തിരി മധുരം കൂടുതലുള്ള ഒരു വെസ്റ്റേൺ ചെറിയാണിത്. ഇത് പിന്നെ സീറ്റ് തന്നെ അത് മറ്റത് പുളിയാണ്, പക്ഷെ ഇതിൽ സീറ്റ് ഇത്തിരി കൂടുതലുണ്ട്. ഇത് കഴിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് ഇതാ ലെയർ അടിച്ച് വെക്കണത്, എന്താ കംപ്ലീറ്റ് വേര് വന്നു. ഈ വേര് വന്നതിന് കൂട്ടത്തിനാണ് ഈ പൂവൊക്കെ കിടക്കണതാ. ഇതാ പൂവായിട്ട് കിടക്കണതാ, പൂവും കായതാ. ഇതാ ഇവിടക്കതാ പൂവ് ലെയർ ചെയ്തതിൻ്റെ ബാക്കി തന്നെയാണ്. ഇതൊക്കെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റേത് പുളിയുള്ള ആളുകൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ആളുകളെ നമ്മളൊന്ന് മോശക്കാരനാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് സീറ്റ് ഉണ്ട്. അത് നല്ല വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ ഫ്രൂട്ടാണ്. ചെറിയ വിലക്കൊക്കെ കൊണ്ട് 100 രൂപ 150 രൂപയൊക്കെയാണ് തൈകൾ കൊടുക്കുന്നത്. പൂവും കായും ഉള്ളതുമ്പോൾ തന്നെയാണ് നമ്മളിവിടെ ലെയർ നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തൈമ ഇതേപോലെ ലെയർ ചെയ്ത് കണ്ടിട്ട് തന്നെ തൈകൾ വാങ്ങാൻ സാധിക്കും കേട്ടോ. റഷീദ് നമ്മുടെ ജബോട്ടിക്കാബിന്റെ ഇവിടെ ഒരു വലിയൊരു കളക്ഷൻ ഇതൊക്കെ സബാറയാണ്. നനച്ചിട്ടില്ല, പക്ഷെ വലിയ ഇതൊക്കെ ഒരു 4 വർഷം 5 വർഷമായ തൈകളാട്ടോ. ഏകദേശം കായ്ക്കാനായ തൈകളാണ്. ഇതൊക്കെ നമുക്ക് ഒരു 3000 2000 മുതൽ 3000 4000 ആ റേഞ്ചിൽ വരുന്ന തൈകളാണ്. അത്യാവശ്യം നല്ല കടവണ്ണുണ്ട്. ഇവിടെയൊക്കെ നോക്കിയതാ, അതൊക്കെ തന്നെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം കായ്ക്കാറായ പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്കൊരു ഏകദേശം നല്ലൊരു റേഞ്ചിൽ കൊടുക്കാൻ പറ്റും, വില കുറച്ചതുണ്ടോ. ഇതൊക്കെ വലിയ മെച്ചുറായ നല്ല തൈകളാണ് കേട്ടോ. ഇഷ്ടംപോലെ തൈകളുണ്ട്. സവാറുണ്ട് അവിടെ നോക്കി. 2000 മുതൽ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്. നല്ല അത്യാവശ്യം നല്ല തൈകൾ കേട്ടോ. ചെറിയ തൈകളല്ല, ചെറിയ തൈകൾ. അതായത് അത്യാവശ്യം ഒരു 3 അടിയൊക്കെയുള്ള തൈകളെ വില 200 രൂപയാണ്. വലിയ തൈകളെ കാര്യം പറയണത് അത്രയും കണ്ടോ. ഇതൊന്നും നമുക്ക് പിടിച്ചു പോകാണ്ടോ. അത്യാവശ്യം ഉണ്ട്, വലിയ വലിയ ഒക്കെ സബാറയാണത്. അത്യാവശ്യം നല്ല പ്ലാന്റ് ഇതുണ്ടോ. അതൊക്കെ നമുക്ക് കായ്ക്കാറായ തൈകൾ. ഇതൊക്കെ നമുക്കൊരു നല്ലൊരു ഇതിൽ കൊടുക്കാം. ഇതൊന്നും ഇപ്പം നമുക്ക് എത്ര പറയാൻ നോക്കിയത്, അത്രയും ഹൈറ്റുള്ള ചെടിയാണ്. അതിൻ്റെ വണ്ണം കണ്ടില്ല, അത്രയും നല്ല കടവണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള ചെടിയാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതാണ് കറ്റാർവാഴയിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള ഇത്. കറ്റാർവാഴ ഇത് ചെങ്കുമാരി എന്ന് പറയും. ഇത് നമ്മൾ ഇതിൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചുമപ്പ വരിക, അതായത് ബ്ലഡ് കളറാണ് വരിക, ബ്ലഡിന് കളറാണ് വരിക. ജെല്ല് അത് കട്ട് ചെയ്യുമ്പോൾ വെള്ളയാണ്, പക്ഷെ അത് വലിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ബ്ലഡിൻ്റെ സെയിം കളറായിട്ട് വരും. അതാണ് ഇതിൻ്റെ പേര് ചെങ്കുമാരി എന്ന് വരുന്നത്. ഇത് നല്ല ഏറ്റവും, അതായത് ഇതിൻ്റെ നമ്മൾ ജെല്ലുണ്ടല്ലോ, കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിച്ചാൽ ഒരു കയ്പോ പുളിപ്പോ ഒന്നുമില്ല. നല്ല കൂളായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയും ഇതിൻ്റെ ജെല്ല്. ഇതിൻ്റെ തൈകൾ ഇപ്പോൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ തൈകളായി വരുന്നേ ഉള്ളൂ.
ഇതൊക്കെ കറ്റർവാഴന്റെ മദർ പ്ലാന്റ് മദർ പ്ലാന്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ തൈകൾ ആയതായത് ആളുകൾ കൊണ്ടുപോകണം, എന്തായാലും കൊടുക്കണം. ഇതാണ് കമണ്ടലു, കമണ്ടല് നമ്മളെ മുനിമല കളഭാഷ് പാനപാത്രമായിട്ട്. അതെ ഇതിന്റെ പിന്നെ എന്റെ വീട്ടിൽ അവിടെ കാഴ്ച നമുക്ക് വീഡിയോ ചെയ്യാം. അതെന്താ വെച്ചാൽ ഓവൽ ടൈപ്പ് ആണ്, അതിന് കൂടുതൽ ഇതില്ല. ശരിക്കും ഇതാണ് ശരി ഇതിന്റെ ഒറിജിനൽ സാധനം. അതായത് ബോളായിട്ട് വരും. നമ്മൾ ശരിക്കും വലിയൊരു ഫുട്ബോളിനെക്കാട്ടി വലുപ്പത്തിൽ ഇത് വരും. അതിന്റെ തൈകൾ ഇവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട്. അതിന് 100 രൂപ മുതൽ തൈകളുണ്ട്. ഇതാണ് ഐസ്ക്രീം ബീൻ എന്ന് പറഞ്ഞ സംഭവം. ഐസ്ക്രീം ബീനിൽ തന്നെ കുറച്ച് ഒരു ഫ്ലഷ് കൂടുതലുള്ളവരാണിത്. ഇത് ഓറഞ്ച് ഐസ്ക്രീം ബീൻ എന്ന് പറയും, അതാണ് ഇതുള്ളത്. ഐസ്ക്രീമിൽ തന്നെ 4-5 വെറൈറ്റി ഉണ്ട്. ഇത് ശരിക്കും നമ്മളൊരു തിക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു മരങ്ങളാണ്. ടോപ്പ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഐസ്ക്രീം കഴിക്കണ പഞ്ഞിമിഠായി കഴിക്കണ പോലെ കഴിക്കാണ്ടാവും. ഒരു 100-150 രൂപയ്ക്ക് തൈകൾ കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെങ്കിൽ ഉണ്ട്. ഫാമിലി ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ മെച്ചുറാൻ വേണ്ടി ഇവർ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതുണ്ടോ വലിയൊരു കളക്ഷൻ തന്നെ ലോങ്കൻ്റെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ലോങ്കൻ്റെ വലിയൊരു ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 5000-ഓളം സീഡ്ലിംഗ് തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5000-ഓളം തൈകൾ ഇപ്പോൾ റെഡിയിലുണ്ട്. ബനാന മാംഗോ ഇവിടെ കായ്ച്ച മരത്തുമെന്ന് കമ്പെടുത്ത് ചെയ്തതാണ്. അതായത് ഇപ്പോൾ വരുന്ന ബനാന മാംഗോ കൂടുതലും കൽക്കട്ടന്ന് വരുന്നതാണ്. ഇത് നമ്മൾ കേരളത്തിൽ കായ്ച്ച മരത്തുമെന്ന്, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കട്ടിങ് എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ബനാന മാംഗോന്റെ തൈകളാണ്. 100% നമുക്ക് വിശ്വസിച്ചു. ബനാന മാംഗോ അതും ചെറിയ റേറ്റിൽ 250 രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് ഗോസാമറോഡ്, കോയ്സാമറോഡ് എന്നൊക്കെ പറയും. തായ്ലാൻഡ് ഒരു മാങ്ങയാണ്. ഏകദേശം ഇപ്പോൾ ഇജ്ജ് പിടിച്ചത് ഏകദേശം ഒരു 1 കിലോന്റെ മുകളിൽ എത്തിയിട്ടുണ്ടാവും. നല്ല സൈസ് ഉണ്ട്. അതിന്റെ രണ്ട് മാങ്ങ പറിച്ചതിന്റെ കയ്യിലിപ്പോൾ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുറിച്ചു നോക്കാതാ. ഇതിന്റെ സൈസ് കണ്ടോ, ഇത് ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടാവും ഒരു മാങ്ങ. നമുക്കൊന്ന് മുറിക്കാം. എന്താ പ്രശ്നം എന്താ വെച്ചാൽ ശരിക്കും പഴുക്കണുള്ളൂ. നീ വരുമ്പോ മുറിക്കാറുണ്ടാക്കാണല്ലേ, എന്തായാലും മുറിക്കാല്ലേ, എന്തായാലും നോക്കാം. ഏകദേശം നല്ല തൂക്കും വലുപ്പമുണ്ട്. ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ തൈകൾ ചെറിയ തൈകൾ ഇറങ്ങുന്നുണ്ട്. ഒരു 250 രൂപക്ക് ഇതിന്റെ തൈകൾ ചെറിയ തൈകൾ ഇറങ്ങും. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു മാങ്ങ വയറല്ല, 2-3 വയറാണ്. അത്രയും വല്ല ഇതിന്റെ എങ്ങനെ ഇതിന്റെ സൈസ് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ആളുകൾക്ക് സൈസിന് ഇത് കിട്ടൂല. ശരിക്കും ഇതിന്റെ അടുത്ത് നമുക്ക് കോഴിമുട്ട എങ്ങനെ എന്തെങ്കിലും സാധനം വെക്കണം, അത്രയും സൈസ് ആണത്. കണ്ടോ? അപ്പൊ റഷീദ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല കഴമ്പുകാരുണ്ടല്ലേ. അത്രയും ഇതാ ഒരു മാങ്ങന്റെ ഇതായിലുണ്ട്, ഫ്ലഷ് ആയിലുണ്ട് ഇല്ലേ, ചെറിയൊരു പീസ് തന്നെ അത്യാവശ്യം ഉണ്ട്. നമ്മുടെ ഇത്രയും വലിയ മാങ്ങന്റെ സ്ലിം ആയിട്ടുള്ള സീഡാണല്ലേ ഈ കാണുന്നത്. അതെ, ഇത്രയും വലിയൊരു മാങ്ങക്ക് ഒരു 1.5 കിലോ ഉള്ള മാങ്ങക്ക് 100 ഗ്രാമാണ് ഇതിന്റെ സീഡ് വരുന്നത്. കണ്ട അത്രയും ബ്ലേഡ് പോലെ, പണ്ട് പറയലുള്ള ബ്ലേഡ് പോലെ അല്ലെങ്കിലും ബ്ലേഡ് പോലെ എന്നാണ് നമ്മൾ പറയാ. ഇത്രയും ഇത്രേ ഉള്ളൂ ഇതിന്റെ. ഇതിന്റെ തൈകളൊക്കെ നമ്മുടെ കയ്യില് തൈകൾ ഇപ്പോൾ വലിയ തൈകളാണ് ഉള്ളത്. പക്ഷെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മാസം കൊണ്ട് നമ്മൾ 250 രൂപക്ക് ഇതിന്റെ തൈകൾ കൊടുക്കും. ഒരു ഇന്തോനേഷ്യ, മലേഷ്യ തായ്ലാൻഡൊക്കെ ഒന്ന് പോയി വന്നാണ്. അപ്പോൾ നമ്മൾ കുറേ പുതിയ പ്ലാന്റ്സുകളൊക്കെ അവിടുന്ന് പല ആളുകളും കൊടുത്തു വിട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ പുതിയൊരു സ്ഥലം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണിത്. ഈ കിടക്കുന്നത് മൊത്തമായിട്ട് നമ്മളിപ്പോൾ ആ ഒരു പുതിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് വെള്ളത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും, ഇപ്പോൾ ശരിയാവും, അടുത്ത ആഴ്ചയോട് ശരിയാവും. അതോടുകൂടിയിട്ട് ഇവിടെ ഇപ്പോൾ പുതിയ പ്ലാന്റേഷൻ തുടങ്ങാൻ പോവാണ്. നല്ല പുതിയ വെറൈറ്റി, അതായത് നല്ല വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഇവിടെ പ്ലാന്റ് ചെയ്യും. 1-2 വർഷമാവും എന്തായാലും കായ പിടിക്കാൻ. ഈ കായ പിടിച്ചിട്ട് നല്ല റിസൾട്ടും കാര്യങ്ങളും ഉള്ളതാണെങ്കിൽ നമ്മൾ വീണ്ടും തൈകളൊക്കെ ഉൽപ്പാദിച്ച് വിതരണം ചെയ്യും. ഞാൻ ഇതേപോലെ പഴയ സ്ഥലങ്ങളിലും സന്ദർശിച്ചും അവിടുന്ന് ഇവിടുന്നൊക്കെ തൈ എത്തിച്ചിട്ടും നമ്മളെ സുഹൃത്തുക്കൾ വഴിയാണ് ഇത്രയും മദർ പ്ലാന്റുകളും കാര്യങ്ങളും എൻ്റെ അടുത്തായത്. നമ്മളിവിടെ ഇതായിട്ട് പറയല്ല, നമ്മൾ ഏകദേശം ഇത്രയും കളക്ഷനുള്ള ഇത് എൻ്റെ അടുത്ത് അത്രയും കൂടുതൽ കളക്ഷൻ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് പല കൺട്രീസിലും പോയിട്ട് റിസ്ക് എടുത്ത് കൊടുന്നുണ്ടാക്കിയ തൈകൾ തന്നെയാണത്. അത് ഒരുപാടുണ്ട്. ഞാനായിട്ട് ഇന്ത്യയിൽ എത്തിച്ച ഒരുപാട് തൈകളുണ്ട്. അതേപോലെ നമ്മൾ എൻ്റെ പോലത്തെ സുഹൃത്തുക്കൾ ഇപ്പം ഞാൻ കൊടുക്കുന്ന തൈകൾ അവർക്ക് കൊടുത്തിട്ട് അവർ എനിക്ക് പകരം വേറെ നല്ല തൈകൾ തന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്ത് ഇത്രയും മദർ പ്ലാന്റുകളും കാര്യങ്ങളായത്. ഇനി എന്തായാലും നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല. എന്തായാലും ഇനി പുതിയ പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം റെഡിയാക്കിയാണിത്. ഇനി ഇവിടെ നല്ല പ്ലാന്റുകൾ കുറേ ഉണ്ട്. ഇവിടെ ഓൾറെഡി വീട്ടിലെത്തിയ കുറേ തൈകളുണ്ട്. അതൊക്കെ ഇവിടെ പ്ലാന്റ് ചെയ്യാൻ പോകണം. എന്നിട്ട് കായ്ച്ചിട്ട് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഇതിമൊന്നും തൈ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങും. ഈ അബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിലുള്ള അബിയോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മെയ് മാസം ലാസ്റ്റ് ഏപ്രിൽ മാസം ലാസ്റ്റ് മെയ് തുടങ്ങാൻ പോവാണ്. ഈ വർഷത്തെ അത്ര ചൂടും ഇതും കിട്ടിയ ഒരു കൊല്ലം വേറെ ഉണ്ടായിട്ടില്ല. മഴ ഉണ്ടായിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല.
പക്ഷെ കഴിഞ്ഞ വർഷം ഇത് കായ്ച്ചിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞു ഇടമഴ കിട്ടിയിട്ടാണ് കായ്ച്ചതെന്ന്. ഈ വർഷം ഒരു മഴയും പെയ്തിട്ടില്ല, എന്നിട്ടും ഇത് കായ്ച്ചു. അപ്പോൾ ഇതൊരു ഓഫ് സീസണിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണേ നമ്മളിതൊരു വലിയ വിലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. അതിൻ്റെ തൈ ഉണ്ടാക്കിയാലും 150 റുപ്യൊക്കെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതൊരു വെറൈറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അവിടെയൊക്കെ അതാ കായ്ച്ചിട്ടുണ്ട്. ഒരു 2 വർഷം കൊണ്ട് കായ്ക്കും. ഇതിന്റെ തൈ ഇപ്പം ഒന്നായിട്ട് മിക്സ് ആണ്. അപ്പൊ ഇതിന്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തുള്ള അല്ല ഇത് കായ്ച്ചിട്ട് ഇതിന്റെ കുരു മുളപ്പിച്ചിട്ട് തരാം. അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഏകദേശം 1 അടി 1.5 അടിയിലേറെ ഉണ്ടാവും. അത് 2 കൊല്ലം കൊണ്ട് കായ്ക്കും, ഒരു സംശയവും വേണ്ട. നമ്മള് ആദിവാസികള് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഇത് കൊടുത്ത പാറ്റന്റ് കൊടുത്ത ഒരു പൈനാപ്പിള് എന്നൊക്കെ കുന്താണി എന്ന് പറയും, അല്ലെങ്കിൽ മക്കളപ്പോറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് പിന്നെ മെഡൂസ പൈനാപ്പിൾ ശരിക്കും ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഓരോ പഴം കൊലകൊലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് അടിയിൽ നിന്ന് വേറെ പഴമായിട്ട് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം ഇവിടെ കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം ഒന്ന് കിട്ടി, പക്ഷെ അത് അന്ന് ഈ അടിയിലത്തെ ഇതില്ലായിരുന്നു, മേലെ ഇത് മാത്രമായിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല നീളം ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 1.5 അടിയോളം, ഒരടീൻ്റെ മുകളിൽ ആയിട്ട് അതിൻ്റെ നീളം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനും നല്ല പഴമാണ്. ഈ വർഷം ഇതാ ഒന്നുകൂടി ഉണ്ടായിട്ടുണ്ട് മരം. അതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 3-4 പഴം എന്തായാലും ഈ വർഷം കിട്ടും. നമ്മൾ കൈതച്ചക്കൻ്റെ എത്ര വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നത്? കൈതച്ചക്കൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 10-12 വെറൈറ്റി ഉണ്ട്. അതിപ്പോൾ തായ്ലാൻഡിൽ നിന്ന് പുതിയത് ഒരു 4-5 ഐറ്റം വന്നിട്ടുണ്ട്. വെറിഗേറ്റർ ആദ്യം ഉണ്ട്, പക്ഷെ വെറിഗേറ്ററിന് വേറെ വെറൈറ്റി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ പൈനാപ്പിൾ ഇപ്പോൾ നമ്മളൊരു ഓറഞ്ച് കളറിൽ പഴുക്കുന്ന സമയത്ത് റെഡ് വരുന്ന ഒരു സമയമുണ്ട് എൻ്റെ അടുത്ത്. റെഡായിട്ട് പ്യൂർ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള റെഡായിട്ട് വരുന്ന 2 വെറൈറ്റി ഉണ്ട്. പിന്നെ സൈസ് കൂടുതലുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ സൈസ് കൂടുതൽ കണ്ടില്ല പൈനാപ്പിൾ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ പൈനാപ്പിൾ. അവിടെ 3-4-5 സ്ഥലത്തുണ്ട്. ഇതോ കണ്ടോ, ഏകദേശം ഇത് ഫുള്ള് മൂത്ത് കായ്ച്ച് വരുന്ന സമയത്ത് ഒരു 5 കിലോ തൂക്കം വരുന്നത്. നല്ല ക്വാണ്ടിറ്റി കിട്ടണം. ഇതിന്റെ തൈകളൊക്കെ ഇതിന്റെ തൈകളൊക്കെ വില കുറവ്, 50 രൂപ 100 രൂപ കൊടുക്കണം. ഇത് മാംഗോസ്റ്റിൻ ഉണ്ടല്ലേ, നല്ല കായപ്പിടുത്തും. അതായത് കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു വർഷം ഫസ്റ്റിലെ വർഷം 4 കായ കിട്ടുള്ളൂ, പിറ്റത്തെ വർഷം 50 കായും, പിറ്റത്തെ വർഷം 500 കായ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അതായത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഗ്രാഫ്റ്റ് തൈന് വലിയ പ്രസക്തി കൊടുക്കാക്കാൻ നല്ലത്. കാരണം ഗ്രാഫ്റ്റ് തൈ എന്ന് പറഞ്ഞാൽ വളർച്ച ഗ്രോത്ത് കുറവാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കിട്ടണം ഇതേപോലെ നിൽക്കണം, നേരെ നിൽക്കണ കമ്പ് കിട്ടണം. അതൊരു മരത്തിൽ 2-3 കമ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ ഈ സൈഡ് ബ്രാഞ്ചാണ് എല്ലാവരും എടുക്കുക ഗ്രാഫ്റ്റ് ചെയ്യാൻ. ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തൂങ്ങിയിട്ടേ നിൽക്കുള്ളൂ, ഹൈറ്റ് വരില്ല. ഒരു വർഷത്തിൽ 4-5 പഴം പ്രതീക്ഷിച്ചാൽ മതി, ഒരു 10 വർഷം. സീഡ് ഇട്ടിട്ടുള്ള വാങ്ങാം. ചെറിയ തൈ വാങ്ങിയിട്ട് കാര്യമില്ല, കാരണം ഭയങ്കര സ്ലോ ഗ്രോത്ത് ഉള്ള സാധനമാണ്. അപ്പോൾ ഒരു 4 കൊല്ലം 5 വർഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള തൈകൾ വാങ്ങാം. പക്ഷെ ഇതിന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വരും. പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ ഒന്നിച്ച് വളർന്ന് വരും, ഡബിളായി വരും മരം. അപ്പോൾ ഇതിന് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു 3 അടിയൊക്കെ ഉള്ള തൈകൾ, നല്ല തൈകൾ, ഒരു 3 വർഷം 2 വർഷമൊക്കെ തൈകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഒരു 450 രൂപയ്ക്ക് അതിന് തൈന് വരുന്നത്. പിന്നെ 1500-2000 അങ്ങനത്തെ വലിയ മൂപ്പുള്ള തൈകളൊക്കെ ഇവിടെ ഉണ്ട്. 5 വർഷം വരെ 6 വർഷം വരെ മരക്കുള്ള മരങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 വർഷമായിട്ടുള്ള തൈകൾ എടുക്കില്ല, 2 വർഷം കൊണ്ട് കായ്ക്കും. പക്ഷെ കുറച്ച് എമൗണ്ട് മുടക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ, മാംഗോസിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, കാരണം എന്താ വെച്ചാൽ മൂപ്പുള്ള തൈകൾ വാങ്ങണം ഏറ്റവും ബെസ്റ്റ്.